Ranjan Jaiswal from News India. നമസ്കാരം. ഞാൻ 12ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഞാൻ. ആപ്പിൾ അടയാളത്തിലാണ് എന്റെ ചിഹ്നം. അപ്പോ എന്റെ ലക്ഷ്യം എന്നത് ജനങ്ങൾക്ക് സേവനം കൊടുക്കുക. അതായത് ഒരു 18 വർഷക്കാലമായിട്ട് ഞാൻ ഈ ഡിവിഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ആശാവർക്കറാണ്. എന്ന നിലയിൽ എന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ സഹായങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായി ഞാൻ ഈ നിൽക്കുന്ന ഇലക്ഷനിൽ ഞാൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്നിൽ നിന്ന് എത്രത്തോളം സഹായം കൊടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ഞാൻ ഈ സമൂഹത്തിന് ജനങ്ങൾക്കും ഈ സേവനം നൽകാൻ ഞാൻ സന്നദ്ധതയാണ്. അതിന് ഞാൻ കടപ്പെട്ടവളുമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഓരോ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വളരെയധികം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നെട്ടിശ്ശേരിയുടെ 12ാം ഡിവിഷൻ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ ഓരോ വോട്ടും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വികസനം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ജനങ്ങൾക്ക് റോഡിന്റെ വികസനം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. എന്നാലും അത് പൂർണ്ണമാവാത്ത ചില ഭാഗങ്ങളുമുണ്ട്. അപ്പോ അതും പിന്നീട് നമുക്ക് കുട്ടികൾക്കും നമ്മുടെ പ്രായമായവർക്കും നമ്മുടെ എല്ലാ ജനങ്ങൾക്കും എന്തൊക്കെ വികസനം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുവോ അത്രത്തോളം സ്ത്രീകൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, കിടപ്പിലായ രോഗികൾക്ക്, അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗം ജനങ്ങൾക്കും എന്തെല്ലാം കൂടുതൽ വികസനം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് എന്നിൽ നിന്ന് പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തും, ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നിങ്ങളുടെ വാർഡിൽ ജൽ ജീവൻ മിഷനിൽ എത്രമാത്രം ജോലി ചെയ്തു? നമ്മളുടെ ആരോഗ്യ മേഖലയില് നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഗർഭിണികൾക്കായാലും നമ്മള് ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ നടത്തുന്നു ആഴ്ചതോറും. പിന്നെ നമ്മള് NCD ക്ലിനിക്ക്, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് നമുക്ക് ജീവിതശൈലി വരുന്ന അസുഖങ്ങളെ അതിനെ ചെറുക്കാൻ വേണ്ടി നമ്മള് പ്രഷർ, ഷുഗർ, HB, ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിൽ കുറവുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മൾ അതിന്റെ അനീമിക് ആയവരെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് അയൺ ഗുളിക നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. പ്രായമായവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന പാർക്കിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ശൗചാലയങ്ങളുടെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? പൊതു ശൗചാലയങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു യാത്ര കഴിഞ്ഞ് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ മണ്ണുത്തിയിൽ നമുക്ക് ഒരുപാട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട്. അവിടെ നമുക്ക് കുട്ടികൾക്ക് ഒരു പാല് കൊടുക്കാനോ അപ്പൊ അമ്മമാർക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കാനുള്ള ഒരു സൗകര്യങ്ങളൊന്നും നമ്മുടെ ഈ ഡിവിഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് ഒരു ഫീഡിംഗ് റൂം നമുക്ക് തന്നെ സെറ്റ് ചെയ്യണം. അപ്പോ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് പരമാവധി നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഡ്രെയിനിന്റെ നിർമ്മാണം എങ്ങനെ പോകുന്നു? ഡ്രെയിൻ ഹരിനഗർ മസാനിയാണ്. തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ്? എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ ചിഹ്നം നമുക്ക് താമര നമുക്കില്ല. അതുകൊണ്ട് താമര നമുക്ക് വെക്കാൻ സ്വതന്ത്രയായതുകൊണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആപ്പിൾ ചിഹ്നമാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു.